പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ 2 അല്ലെങ്കിൽ 3 വേരുകൾ നല്ല കരുത്തുള്ളതുണ്ടെങ്കിൽ ഏകദേശം ഈ കമ്പ് വേര് പിടിക്കും എന്ന് ഉറപ്പാക്കാം. കറ്റാർവാഴയുടെ ജെല്ലിലെ പശയും തക്കാളിയുടെ പുളിയും ചേർത്ത് ഒരു ആപ്പിൾ ചാമ്പയിൽ ചെയ്യുന്ന ഒരു വേര് പിടിപ്പിക്കുന്ന രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതുപോലെ നല്ല പോലെ കായ്ച്ചു നിൽക്കുന്ന ഒരു ആപ്പിൾ ചാമ്പയുടെ അടിവശത്തെ കമ്പിലാണ് നമ്മൾ ഈ എയർ ലെയറിങ് ചെയ്യുന്നത്. ഈ ചെറിയ മരത്തിൻ്റെ ഈ നല്ല ലെവലിലുള്ള ഈ കമ്പിലാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത്. ഏകദേശം ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് ഭാഗം എടുത്ത് കളയുന്നുണ്ട്. സാധാരണ നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒരു ഭാഗം എടുത്ത് കളയുന്നുണ്ട്. അത് തോലെല്ലാം പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഈ തോല് പൊളിച്ച ഭാഗമെല്ലാം ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് ചിരണ്ടി ക്ലിയർ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗമെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ഒരു വെളുത്തുള്ളിയാണ്. വെള്ളുള്ളി ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ എടുക്കുക. ഇതിൽ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ വെളുത്തുള്ളിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. വെളുത്തുള്ളിയുടെ ഗ്യാസ് ഇതിന് നല്ലപോലെ എഫക്റ്റ് ആവുകയും ചെയ്യും. കാരണം ചെറുതായിട്ട് മഴയുള്ള സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നല്ല ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി ഒന്ന് നല്ലപോലെ മുറിച്ചെടുത്ത് നല്ലപോലെ സ്ട്രോങ് ആയിട്ടിരിക്കുന്ന തക്കാളിയാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിവശം സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സെൻറ്റർ ഹോളാക്കി നേരെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇതിൻ്റെ തോടുവശം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അകംവശം മുഴുവൻ ചിരണ്ടി എടുത്ത് കളയുന്നുണ്ട്. ഈ 2 പീസിൻ്റെയും അകംവശം മുഴുവൻ അരിയും കായും എല്ലാം എടുത്ത് ക്ലിയർ ആക്കുന്നുണ്ട്. ഇപ്പോൾ 2 പീസിൻ്റെയും അകംവശം എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒന്ന് വെച്ച് നോക്കി ഇതിനകത്ത് കറക്റ്റ് സെറ്റാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിറ്റ് ചെയ്ത് വെക്കരുത്. അതിന് മുമ്പ് ഇതിനകത്ത് 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നല്ല കറ്റാർവാഴയുടെ നല്ല മാംസളമായിട്ടുള്ള ഒരു പീസാണ്. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ജെല്ല് മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കുക, ചെത്തിയെടുക്കുക. അതിനുശേഷം നല്ല പോലെ ഇതിനകത്തേക്ക് ഒന്ന് പിഴിഞ്ഞ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇടുക. ഇപ്പം നോക്കിയാൽ അറിയാം ഈ ജെല്ല് ഒന്ന് അതിനകത്തേക്ക് ഒതുങ്ങി നിൽപ്പുണ്ട്. ഇപ്പം 2 പീസിലും ജെല്ല് അകത്ത് കയറിയിട്ടുണ്ട്. ഈ ജെല്ലാണ് ഏറ്റവും പെട്ടെന്ന് ഇതിനെ മുളപ്പിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാണകപ്പൊടി കൂടി ഇടുന്നുണ്ട്. ചാണകപ്പൊടി കൂടി ഇട്ടിട്ടാണ് ഇതിൻ്റെ കൃത്യഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കാര്യം പേരയ്ക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ഇതുപോലെ ചെയ്തു. ഇത് നല്ലപോലെ ഫിക്സ് ചെയ്ത് വെച്ചു. നല്ലപോലെ ഒട്ടിയിരിപ്പുണ്ട്. എങ്കിലും അത് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്ന് നമ്മളൊരു കമ്പോ ഈർക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ലപോലെ അതിൻ്റെ അകത്തോട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈർക്കിലിയൊക്കെ കുത്തി നല്ലപോലെ നല്ലപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇനി വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിനെ കവർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഒരു ലാമിനേഷൻ ടേപ്പ് എടുത്തിട്ട് അടിവശം തൊട്ട് മേലവശം വരെ നല്ലപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ചുറ്റി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മേലവശത്തൊരു സപ്പോർട്ട് വേണം, അടിവശത്ത് സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഒരുപാട് അമങ്ങി വീഴുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. കാരണം ഇതിനകത്ത് ഈ തക്കാളിയും ഈ ജെല്ലും മണ്ണും കൂടെ അലിഞ്ഞിട്ട് ഒരു ചെറിയ പീസായിട്ട് മാറും. ഒരു 45 ദിവസം കഴിയുമ്പോഴേക്കും ഇതൊരു ചെറിയ പീസായിട്ട് മാറും. അതിനുശേഷമാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. 45 ദിവസം എന്നത് 60 ദിവസം ആയാലും കുഴപ്പമില്ല. അപ്പോഴേക്കും ചിലപ്പം വേരുകൾ പുറത്ത് വന്നിരിക്കും. എങ്കിലും നല്ലതാണ്.
ഏകദേശം നമ്മൾ 45 ദിവസം ആകുമ്പോൾ ഒന്ന് അഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. ഇപ്പോൾ നല്ല ഫിറ്റായിട്ട് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ 45 ദിവസം കഴിയുമ്പോഴേക്കും ഇതങ്ങ് ചുങ്ങി ചെറുതായിട്ട് ഒരു ചെറിയ പീസ് മാത്രമാകും. കാരണം തക്കാളി ജെല്ല് ഇതെല്ലാം അലിയും, മണ്ണ് മാത്രം അതിൻ്റെ അകത്തായിരിക്കും. ഇപ്പോൾ കാണാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് മാത്രമാണ് ഉള്ളത്, വേറെ ഒന്നും കാണുന്നില്ല. നമ്മൾ ചുറ്റിയ ലാമിനേഷൻ ടേപ്പ് മാത്രമാണ്. ഇത് നമുക്ക് മെല്ലെ അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക, കാരണം വേരുകൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എടുത്തപ്പോൾ തന്നെ ഒരു വേര് പൊട്ടിപ്പോയി. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കാരണം ഉള്ള വേരുകൾ, നല്ല കരുത്തുള്ള വേരുകൾ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അടിവശത്ത് തക്കാളിയും മണ്ണും കൂടെ കൂടിയിട്ട് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് 2 വേരുകൾ 3 വേരുകൾ ഉണ്ടായിരുന്നു, ഒന്ന് പൊട്ടിപ്പോയി സൈഡ് വശത്ത്. എങ്കിലും നല്ല സ്ട്രോങ് വേരുകളാണ്. ഇനി ചെയ്യുന്നത്, ഈ ഭാഗത്ത് തടിക്കൊന്നും വേറെ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഏകദേശം ഒരു 15 സെൻറ്റി താഴ്ത്തി ഏകദേശം അടിവശത്തുനിന്ന് ആ തോലുള്ളിടത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്യുക. ഇതുപോലെ ഒന്നെങ്കിൽ കട്ടർ വെച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. പൊട്ടി വീഴരുത്. ഇപ്പം നൈഫ് എല്ലാം വെച്ച് കട്ട് ചെയ്ത് മെല്ലെ ഒന്ന് ഓടിച്ചെടുത്തിട്ടുണ്ട്. ഡാമേജ് ഒന്നും ആയിട്ടില്ല. അപ്പം ഇതെടുത്തിട്ട് നമ്മൾ മണ്ണിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നത് എന്താണെന്ന് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ ചെടിച്ചട്ടിയിലാണ് പിടിപ്പിക്കുന്നത്, വേറെ ഗ്രോ ബാഗിലൊന്നും പിടിപ്പിക്കുന്നില്ല, മണ്ണിലും പിടിപ്പിക്കുന്നില്ല. അതിനുശേഷം ഞാൻ വേറൊരു സ്ഥലത്തോട്ട് എടുത്ത് പിടിപ്പിക്കാനാണ്. ഈ കമ്പിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. ഇത് പിടിച്ച് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ സമയം ഇതേ സീസണിൽ നല്ല പോലെ ഈ ചെറിയ കമ്പുകളിൽ വരെ നല്ല പോലെ കായ്ക്കും. ഇപ്പം എടുത്തു വച്ചിരിക്കുന്നത് ഒരു സാധാരണ ചെടിച്ചട്ടിയാണ്. ഈ ചെടിച്ചട്ടിയിൽ 2 കാര്യങ്ങളാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ചാണകവും കുറച്ച് നല്ല പൊടിമണ്ണും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നിറച്ച് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് അടിവശം കുത്തി നിന്നാലും കുഴപ്പമില്ല. പക്ഷേ വേരുകൾ അടിവശത്ത് ഹോളാക്കി, ഇതുപോലെ അടിവശത്ത് നിന്ന് ഹോളാക്കി പൊട്ടാതെ താഴേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് ഒന്ന് സപ്പോർട്ടും കൊടുത്ത് കുത്തി ഇറക്കി നല്ല ക്ലിയർ ആയിട്ട് വെക്കുക. മേലവശത്തു നിന്നൊക്കെയുള്ള ഇതുപോലെയുള്ള തണ്ടുകളൊക്കെ ചെറിയ ഇലകളൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്ന നന്നായിരിക്കും. ഇപ്പം ഇതുപോലെ അടിവശത്ത് കുത്തുമ്പോൾ വേരുകൾ കൃത്യമായിട്ട് നിൽക്കും. അതിലേക്ക് മണ്ണ് മെല്ലെ ഇട്ട് കൊടുക്കുക. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഇത് റെഡിയായിട്ട് വരും. പിടിച്ച് കിട്ടിയാൽ നല്ല പോലെ അടുത്ത വർഷം നല്ല കായയും ലഭിക്കും.